സ്കൂളിൽ പഠിക്കുമ്പം ഏതെങ്കിലും ഇങ്ങനെ പാട്ട് കോമ്പറ്റീഷൻ അങ്ങനെ എന്തെങ്കിലും അത് പോവാറുണ്ടായിരുന്നു? കുറേ പങ്കെടുത്തിട്ടുണ്ട്. സബ് ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ. സ്റ്റേറ്റിൽ എ ഗ്രേഡൊക്കെ കിട്ടി. ഫസ്റ്റും സെക്കൻഡും തേർഡും ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഒരുപാട് കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛൻ ഒരു ആൺകുട്ടീനെ പോലെയാണ് വളർത്തിയത് എന്നുള്ളത് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. ബൈക്കും ജീപ്പും ഒക്കെ ഓടിക്കാൻ ആ കുട്ടിയിലെ പഠിപ്പിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ ഈ പറയണ പോലെ രണ്ടാമതൊരു ആൺകുട്ടി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അതെല്ലാ വീട്ടിലുണ്ടല്ലോ. അതെ അതെ, ഒരു കുട്ടീനെ ആൺകുട്ടീനെ പോലെ. പക്ഷെ ആ കുട്ടി നല്ല ബോൾഡ് ആയിരിക്കും. അതെ, അപ്പൊ അത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ. അങ്ങനെ തന്നെ കേട്ടോ, എനിക്ക് ആ സ്വാതന്ത്ര്യമൊക്കെ തന്നാണ് വളർത്തിയിരിക്കണേ. എനിക്ക് എൻ്റെയും മനസ്സിൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ എനിക്ക് ഉണ്ടാവും. നമുക്ക് ആ ധൈര്യം അച്ഛനിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക്. ഞാനിപ്പോൾ അടുത്ത എവിടെയോ ഇങ്ങനെ ഒരു ഇൻസ്റ്റയിലൊറ്റൊരു റീലിൽ കണ്ടിരുന്നു. ഈ അച്ഛന്മാർ അത്രയും സ്നേഹിച്ച് വളർത്തുന്ന കുട്ടികൾക്ക് കോൺഫിഡൻസ് ലെവൽ, പെൺകുട്ടികൾക്ക് കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടുതൽ. അത് സത്യമാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിയില്ലാത്ത വീട്ടിൽ നമുക്ക് ആ ഒരു ആൺകുട്ടീനെ പോലെ ആവണം, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് നമ്മൾ കവർ ചെയ്യണം എന്നുള്ളൊരു. അച്ഛൻ ഞങ്ങൾ രണ്ടുപേരെ അതെ കേട്ടോ. ഓപ്പോളയാണെങ്കിൽ നല്ല ബോൾഡായിട്ട് തന്നെ വളർത്തിരിക്കണം. അങ്ങനെ ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് വേറൊരു രീതിയിലൊന്നും ഒരു ഇതുമില്ല. പിന്നെ നാട്ടുമ്പുറത്തേതായപ്പോൾ അറിയാലോ, പാലക്കാട് വലിയ മൂത്തോര് വന്നു കഴിഞ്ഞാൽ ഇരിക്കരുത്, കാലിന്റെ മേലെ കാലേറ്റി വെക്കരുത്, അങ്ങനത്തെ ഒക്കെ കുറെ കാര്യം. അത് നമ്മൾ അമ്മയുടെ ഒരു ഇതാണ്. അല്ലാതെ അച്ഛൻ അങ്ങനെ ശരിക്കും ഞങ്ങളെ നല്ല ബോൾഡായിട്ട് തന്നെ